കൂട്ടുകാരെ, ഇന്ന് കർക്കിടകം 12 ഇലേറി ഉത്സവത്തിൽ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് സുന്ദരിയായ മലബാർ ചീരയുടെ വിശേഷങ്ങളാണ്. വീഡിയോയിൽ കാണുന്ന ഈ ചെടിയാണ് വള്ളിച്ചീര. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ സമൃദ്ധമായിട്ട് വളരുന്ന ഒരു ഇലക്കറി ചെടിയാണ് വള്ളിച്ചീര. ബസല്ല ചീരയെന്നും വഷളച്ചീരയെന്നും മലബാർ സ്പിനാഷ് എന്നും അറിയപ്പെടുന്നു. ചുവന്ന തണ്ടുള്ള ഈ ചീരയെ ബസല്ല റൂബറ എന്നും വെള്ളത്തണ്ടുള്ള ചീരയെ ബസല്ല ആൽബ എന്നുമാണ് വിളിക്കുന്നത്. വളരെ കണ്ടില്ലേ, ഇതിൻ്റെ ഇലകൾ നല്ല വിശാലമായിട്ട് വളർന്ന്, കാരണം വളം ഉള്ളപ്പോൾ നല്ല രീതിയിൽ അത് ഗ്രോത്ത് ആവും. നമുക്ക് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കായാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള പഴുത്ത് കഴിഞ്ഞാൽ നല്ല കറുത്ത കളറിലേക്കും നമുക്കിങ്ങനെ കടിച്ച് തിന്നാൻ തോന്നും. ശരിക്കും ഈ ചീര വന്നിട്ട് ഗ്രീൻ കളറിലും റെഡ് കളറിലും ഉണ്ട് കേട്ടോ. ഈ ഗ്രീൻ കായ്കളും പൂക്കളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിന്റെ കായ് കാണാനും പൂ കാണാനും അടിപൊളിയാണ്. മറ്റു ചീരകളെ പോലെ തന്നെ കറി വെക്കാം, അരിമാവിലോ കടലമാവിലോ മുക്കിയിട്ട് വടയുണ്ടാക്കാൻ പറ്റും, അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. അത് മാത്രമല്ല, പ്രധാന ഒരു കാര്യം എന്താണെന്നറിയാവോ, നമുക്ക് എവിടെയെങ്കിലും തീപ്പുള്ള ലേറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിൻ്റെ ഇലയും തണ്ടും അരച്ച് പൊള്ളിയതിന് മുകളിൽ ഇട്ടാലുണ്ടല്ലോ, അത് ഉണങ്ങിക്കഴിയുമ്പോൾ പാട് പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. അത്രയും കിടല ഒരു ചീരയാണ്. അപ്പോൾ ഇത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നട്ട് പിടിപ്പിച്ചോളൂ കേട്ടോ. ജീവകം എയും ഇരുമ്പും കാൽസ്യവും മാംസ്യവും ബീറ്റ കരോട്ടിൻ എന്നിവയും വള്ളിച്ചീരയുടെ ഇലയിൽ ഉയർന്ന തോതിലുണ്ട്. കറുത്ത നിറത്തിലുള്ള വിത്തുകളും നമ്മൾക്ക് പുതിയ തൈ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇളം ഇലകളും തണ്ടും ഉപയോഗിച്ച് തോരനും മറ്റു കറികളും ഉണ്ടാക്കാവുന്നതാണ്. ഇലകൾ ബജി ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. ഇതിൽ ബീറ്റ കരോട്ടിൻ കാൽസ്യം ഇരുമ്പ് ജീവകം സി എന്നിവയൊക്കെ സമൃദ്ധമായിട്ടുണ്ട്. ഭക്ഷണപദാർത്ഥങ്ങൾക്ക് നിറം നൽകുന്ന ഒരിനം ചായം വള്ളിച്ചീരയുടെ കായകളിൽ നിന്ന് ഉണ്ടാക്കാറുണ്ട്. അലങ്കാര ചെടിയായിട്ടും ഇത് വളർത്താറുണ്ട്. വള്ളിച്ചീരയുടെ ഇല, തണ്ട് മുതലായ ഔഷധ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാതപിത്ത രോഗങ്ങൾ, പൊള്ളൽ, അർശരസ്, ചർമ്മരോഗങ്ങൾ, ലൈംഗിക ബലഹീനത, അൾസർ മുതലായ രോഗങ്ങൾക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്നു.